നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യായാമത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ ഇടവക കൺവെൻഷനായി ഞങ്ങൾക്ക് ഇവിടെ എൻഎസ്സിക്കയിൽ ഒന്നിച്ചുകൂടി ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും ദൈവവചനം ശ്രദ്ധിക്കുന്നതിനും ഓൺലൈനിലൂടെ അനേക വിശ്വാസികൾക്ക് പ്രയോജനകരമായി ദൈവവചനം ഘോഷിക്കുന്നതിനും നൽകിയ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദയയും നിന്റെ കൃപയും അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. നീ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വലിയ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ നീ ഞങ്ങൾക്ക് സൗഖ്യദായകനായി കൂടെ ഇരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ശ്രദ്ധിപ്പാൻ ഈ രാത്രികാലം ഞങ്ങൾക്ക് ബലം നൽകണമേ. ആളുകളുടെ ചുരുക്കം ഞങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും അനേക സ്ഥലങ്ങളിൽ നിന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് പ്രസാദ് അച്ഛനെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ദേശത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്കായി ഒരുക്കിയതോർത്ത് സ്തോത്രം. ഈ രാത്രിയിൽ പാടുന്ന സ്നേഹിതരെയും ഓർഗൻ വായിക്കുന്ന പ്രിയ കുട്ടിനെയും പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനെയും വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരുപോലെ വാഴ്ത്തണമേ. ആദ്യോടൊന്നും തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ ഗാന ശുശ്രൂഷ ആരംഭിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2020 ഇടവക കൺവെൻഷൻ ആരംഭിക്കുകയാണല്ലോ. 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കടന്നു വന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം നൽകിയ കർത്താവിന്റെ തിരുസന്നിധിയിലാണല്ലോ ഒന്നാം. കർത്താവെ, എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. ഒന്നാമത്തെ ഗീതം, ഗീതം ഗീതം ജയഗീതം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഗീതം
നമുക്കും ചേർന്ന് നിന്നുകൊണ്ട് അന്ത്യകാല അഭിഷേകം, സകല ജഡത്തിന്മേലും അന്ത്യകാല അഭിഷേകം എന്ന ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം.
അവൻ നമ്മളെ കൈകളിലേക്ക് വഹിച്ച ദൈവമാകുന്നത്. ആ തിരുമുമ്പില് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇന്നുവരെ നാളിതുവരെ നമുക്ക് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ തിരുസന്നിധിയിൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സമർപ്പിച്ച് ദൈവമുമ്പാകെ സമർപ്പിച്ച് സ്തുതി പാടുവാനായിട്ടുള്ള ഒരു അവസരമാണ്. ദൈവമുമ്പാകെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം പാടാം. മധ്യസ്ഥ പ്രാർത്ഥന. ജേക്കബ് കോശ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തിരഞ്ഞെടുക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് 117 സങ്കീർത്തനം വായിച്ചോളട്ടെ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ. സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതാകുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. നമ്മോടുള്ള അവന്റെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന അടയ്ക്കുവാനുള്ള സമയമാണല്ലോ.
ദൈവസന്നിധിയിൽ താഴ്മയോടെ ദൈവത്തോടെ നമുക്ക് ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മോടുള്ള അവന്റെ ദയ വലിയത് എന്ന് അറിഞ്ഞ് അവനെ സ്തുതിപ്പാൻ തക്കവണ്ണം കൂടി വന്നിരിക്കുന്നല്ലോ. അവന്റെ വചനം കേൾപ്പാൻ തേനിനേക്കാൾ മധുരമുള്ള വചനം ശ്രമിപ്പാൻ സെന്റ് പീറ്റേഴ്സ് ഇടവകയായി കൂടി വന്നിരിക്കുമ്പോൾ അവന്റെ തിരുനാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രതികൂലങ്ങൾ നിറഞ്ഞതായ ഏറെക്കുറെ ഒരു വർഷം നമ്മളെ കടന്നുപോയി. ഒരു കൂടി വരവെ അസാധ്യമായ ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ ആയിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് സെന്റ് പീറ്റേഴ്സ് ഇടവകയായി ഒരു കൺവെൻഷൻ കൂടി വരവെ ദൈവം സാധ്യമാക്കി തന്നതോർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. പ്രതികൂലങ്ങളുടെ മധ്യയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിനെ മഹത്വം കരേറ്റാം. അനേകായിരങ്ങൾ പട്ടുപോയ ഇടത്ത് കർത്താവ് നമ്മളെ അവന്റെ വചനം കേൾപ്പാൻ തക്കവണ്ണം ഒരു ദിവസം കൂടി നിർത്തിയിരിക്കുന്നു. സ്തോത്രം ചെയ്യാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് പറയാം. പലപ്പോഴും അവനെ അറിയുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും നാം അതൊക്കെയും അവഗണിച്ചത് നമ്മോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും ആരെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ. കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുവാനായി സകലതും ഉപേക്ഷിച്ചുകൊണ്ടും വളരെ ഭാരപ്പെട്ടുകൊണ്ടും സുവിശേഷ മേൽപ്രദേശത്തായിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിഷമ ഘട്ടങ്ങളിൽ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവത്തിന്റെ വാഗ്ദത്തം ഓർമ്മിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ. പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖം നമ്മളെല്ലാവരെയും വിട്ടുമാറിയിട്ടില്ല. സഭ വലിയ മെത്രാപ്പോലീത്തായുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു നേതൃത്വം ചുമതലയേൽക്കുവാനായിട്ട് ഒരുങ്ങുന്നു. ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മണവാട്ടി സഭയെ ഒരുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ചെറിയ സഭയ്ക്കും ഇടയായി തീരേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുവൈറ്റിലെ മർത്തോമ ഇടവകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മർത്തോമ ഇടവകളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സഭയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ ശരീരമായി നിലകൊള്ളുന്ന എല്ലാ സഭകളെയും, പ്രത്യേകമായി നമ്മുടെ സഹോദരി സഭയായുള്ള CSI സഭയെയും ഈ സമയത്തെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം കഴിഞ്ഞ ഏറെ നാളുകളായി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നല്ലോ. ലോകമെമ്പാടുമുള്ള പ്രതിസന്ധി നമ്മളെയും നമ്മുടെ മേലും ആഞ്ഞടിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സകലത്തിന്മേലും ജയം നൽകുന്നതായ കരം, അവന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന്, നമ്മെ നടത്തേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇടവകയായി ഇന്ന് കൂടി വരവെ അനുവദിച്ച ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ഈ കൺവെൻഷനെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് നേതൃത്വം നൽകുന്ന ഇടവക വികാരി യേശുദാസനെ ദൈവസന്നിധിയിൽ നമുക്ക് കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധിയിലും അച്ഛനെ കൊടുത്തിരിക്കുന്നതായ എല്ലാ ഉൾക്കാഴ്ചകൾക്കായും ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ശാരീരികമായ അസ്വസ്ഥതകളെയൊക്കെയും മാറ്റിക്കൊടുക്കേണ്ടതിനെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇടവകയിലെ എല്ലാ സംഘടനകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഇടവകയുടെ ഭാരവാഹികൾ ഓരോരുത്തരെയായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ചുമതലയേറ്റവരെ ഈ സമയത്ത് നമുക്ക് ഓർക്കാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി പ്രതികൂലങ്ങളിലൂടെ സഭ നീങ്ങുമ്പോൾ, ഇടവക നീങ്ങുമ്പോൾ ഇതിന് പ്രത്യേകമായ കരുതൽ കൊടുത്ത് ഇതിനെ നയിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക മിഷന് വേണ്ടി, സേവികാ സംഘത്തിന് വേണ്ടി, സൺഡേ സ്കൂളിന് വേണ്ടി, അങ്ങനെ ഇടവകയുടെ പോഷക സംഘടനകൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യത്തെയോ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ രാജ്യത്തായിരിക്കും നമ്മുടെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളും കോവിഡിന്റെ വലിയ ഭാരങ്ങളും നാട്ടിൽ ആഞ്ഞടിക്കുന്നതായ ഈ സമയത്ത് കർത്താവിന്റെ കാവൽ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് ആരും സഹായമായില്ലാത്ത ഇടത്ത് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും സഹായവും ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നു പാർക്കുന്ന ഈ കുവൈറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിന്റെ പുതിയ ഭരണകർത്താവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുവാൻ പോകുന്ന ഇലക്ഷനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞിരിക്കുന്ന രോഗികളെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹെബ്രോൻ പ്രയർ ഗ്രൂപ്പിൽ റജിമോന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീമാൻ ഷാജിമോൻ ഒമാനിൽ ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിലായിരിക്കുന്നു. ഏറെ നാളുകളായി സൗഖ്യം ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. കൂടെ സഹായത്തിനായി ആരുമില്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ അറിയാം. ആ പ്രിയ പൈതലിനെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. ഏറെ നാളുകളായി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന്റെ വിടുതലയക്കേണ്ടതിനെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ പൈതലിനെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മകനീയം പ്രാർത്ഥനാ കൂട്ടത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ സാറായിരിക്കുന്ന ജിബിൻ സാർ ക്യാൻസറിന്റെ അസ്വസ്ഥതയിൽ വെല്ലൂരിലെ ചികിത്സയിലായിരിക്കുന്നല്ലോ. ജിബിൻ സാറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ കൊടുത്തിരിക്കുന്ന സൗഖ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കോവിഡിന്റെ പ്രയാസത്താൽ വിഷമിക്കുന്നതായ ജോജിയെ തിരുസന്നിധി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിടുതൽ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം. വീട്ടിന്റെ പ്രദേശത്തെ കോവിഡ് ബാധയിലും മറ്റും കഴിയുന്ന രോഗികളെ നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ളവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വിടുതലിനായി നമുക്ക് ദൈവത്തോട് തന്നെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ദൈവസന്നിധിയിൽ നമുക്ക് ഒട്ടിപ്പായി അപേക്ഷിക്കാം. പുതിയ തലമുറ ഏറെ നാളുകളായി സ്കൂളിൽ പോകുവാൻ കഴിയാതെ, സൺഡേ സ്കൂളിൽ നിന്ന് പോകുവാൻ കഴിയാതെ, പള്ളിയിൽ നിന്ന് പോകുവാൻ കഴിയാതെ, അങ്ങനെ അവർ ഐസൊലേറ്റ് ചെയ്തതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് ആയിരിക്കുന്നല്ലോ. അവർക്ക് മനസ്സിനെ വേണ്ടുന്നതായ ബലം പകരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കാത്ത ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളിൽ ദൈവത്താൽ അസാധ്യമായതും ദൈവത്തെ കടന്നു ചെല്ലുവാൻ ചെയ്യാൻ പറ്റാത്തതുമായ ഒരു ഹൃദയവും മനസ്സുമില്ലല്ലോ. ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ളതായ അസ്വസ്ഥതകളൊക്കെ കാണുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവർക്കായി പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ കുവൈറ്റിന്റെ പ്രദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ ഇടവാംഗങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അനേക ഇടവകാംഗങ്ങളുണ്ട്, മറ്റ് സഹോദരങ്ങളുണ്ട്. ഇവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാം ഉപരിയായി ഇന്ന് നാം ദൈവത്തിന്റെ തിരുവചനം കേൾപ്പാനായി കടന്നു വന്നിരിക്കുന്നു. അഭിഷേകം ചെയ്ത് കർത്താവിന്റെ വിലയേറിയ ദാസൻ തോമസ് കെ പ്രസാദ് അച്ഛനെ നമ്മുടെ മധ്യേ കർത്താവെ അയച്ചിരിക്കുന്നുണ്ടോ. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരഭിഷേകത്തിന്റെ വചനം, ദൈവത്തിന്റെ
ശക്തിയേറിയ വചനം നമുക്ക് ആവശ്യമുള്ളത്, തലമുറയ്ക്ക് ആവശ്യമുള്ളത് ഇന്ന് വിളമ്പുവാൻ തൊക്കെ വേണം. കലവറയിൽ നിന്ന് എടുത്ത് വിളമ്പുമ്പോൾ അച്ഛനെയും കേൾക്കുന്ന നമ്മളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ കുടുംബത്തെ ദൈവസന്നിധിയിൽ ഓർക്കാം. അച്ഛൻ ശുശ്രൂഷിക്കുന്ന ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ കടന്നു വന്ന ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന 2 ദിവസങ്ങളിൽ അച്ഛനെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശിമാത്തി അച്ഛനെയും ശിഖമാത്തി അച്ഛനെയും ദിവസത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന കേൾവി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദൂരതയിൽ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം അതിവേഗം സഞ്ചരിക്കുന്ന വചനമാണ്. അത് ശീഘ്രം സഞ്ചരിക്കുകയും കാര്യം സാധിപ്പിച്ച് മടങ്ങി വരികയും ചെയ്യുന്നതാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വചന കേൾവി കേൾക്കുന്ന ഏവർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകേണ്ടതിനെ പ്രാർത്ഥിക്കാം. ഈ ഹോളും പരിസരവും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് പോയ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതുകൂടെ ഓർക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മഹത്വമുള്ള ദൈവത്തിന്റെ മുമ്പില് കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന്റെ മുൻപില് ഇടവേള കൺവെൻഷനായിട്ട് കർത്താവെ ആദ്യ ദിവസം ഞങ്ങൾക്ക് കടന്നു വരുവാന് കർത്താവെ ആയുസ് നൽകിയ ദൈവം, ആരോഗ്യത്തെ നൽകിയ ദൈവം, സമാധാനത്തിന്റെ ദൈവം ഞങ്ങളോട് കൂടെ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ വിശ്വാസത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ തക്കവണ്ണം നിലനിർത്തുക. അങ്ങയുടെ വലിയ കരുതലിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഭീതികളും കർത്താവെ വ്യാകുലങ്ങളും നിറഞ്ഞിരിക്കുന്ന ആളുടെ ലോകത്തിൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവെ അവിടുന്ന് ജീവിപ്പാനിടത്തോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവരും കരുതുന്നവനാണ് ഞങ്ങളോട് കൂടെ ഇന്ന് ആശ്വാസത്തിന്റെ ഭുജങ്ങളിൽ പരിപാലിച്ച് കർത്താവെ ധൈര്യത്തിന് ഞങ്ങളുടെ സാമീപ്യമായിട്ടിരുന്ന് ഞങ്ങളെ കരുതുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവ കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടുകൂടി കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനും ഞങ്ങളുടെ മനസ്സിലുള്ളതാണ് എല്ലാവിധ മാനവ്യാകുലങ്ങളും എന്റെ ദൈവം അറിയുന്നവനെന്ന് കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തണലിലായിരിക്കാൻ തക്കോടെ ഞങ്ങൾക്ക് ഇടപെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൺവെൻഷന്റെ ആദ്യ ദിവസം കർത്താവെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, എന്റെ ദൈവം മധ്യസ്ഥം ചെയ്തതാണ് വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു കർത്താവെ. പ്രിയദാസൻ നിർത്തി വെച്ചതാണ് വിഷയങ്ങളിലൊക്കെയും എന്റെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടതോർന്ന് കർത്താവെ ഞങ്ങൾ നന്ദി നന്ദി സ്തോത്രം ചെയ്ത കർത്താവെ, എന്റെ ദൈവമേ കർത്താവെ, ജീവനെയും കർത്താവെ, എന്റെ ദൈവമേ, എന്റെ കർത്താവെ, പ്രിയ സജിയെയും ഞങ്ങൾ കരങ്ങളിലേക്ക് ഗ്രൂപ്പിലെ സജിയെയും കരങ്ങളിലേക്ക് തരുന്നു. കഴിഞ്ഞ ദിവസം കർത്താവെ പ്രിയദാസന്റെ കർത്താവെ സാക്ഷ്യം ഞങ്ങൾ കേട്ടല്ലോ ദൈവമേ, കർത്താവെ ആരോഗ്യത്തോടും സൗഖ്യത്തോടും കർത്താവെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെയും ദൈവമേ കർത്താവെ ദൈവമേ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ എന്റെ ദൈവം കർത്താവെ പ്രിയദാസൻ അവിടെ ഇടവെത്തിയതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവമേ കൊറോണ കർത്താവെ രോഗം ബാധിച്ചതായുള്ള കർത്താവെ ദൈവമേ പ്രിയദാസനെയും കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. റിജിയുടെ സഹോദരന്റെയും കർത്താവെ ഞങ്ങൾ കർത്താവ് കരങ്ങളിലേക്ക് തരുന്നു. ആശ്വസിപ്പാൻ കർത്താവെ എന്റെ ദൈവമേ, പുകയിലാതിരിക്കുന്നത് കർത്താവെ എന്റെ ദൈവം കണ്ണുനീരിനെ കാണുമ്പോൾ എന്റെ കർത്താവെ മരുഭൂമിയിൽ ദാഹജലം ഒലിക്കുന്നതെന്ന് പറയുവാൻ കൊള്ളണം ദൈവമേ. ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ അനേക സന്ദർഭങ്ങളുണ്ടല്ലോ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് കർത്താവെ യാചിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ തൊങ്ങലിൽ തൊട്ടവർക്ക് പോലും സൗഖ്യം നൽകിയിട്ടുണ്ടെങ്കിൽ കർത്താവെ 2-3 പേർ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചു കർത്താവെ ഞങ്ങൾ യാചിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ സൗഖ്യം നൽകിയവരെ കാത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയദാസൻ തെരഞ്ഞെടുത്ത എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവെ ജയപ്പെടുത്താൻ ദൈവമേ കർത്താവെ ഞങ്ങൾ വചന കർത്താവെ വചനം കേൾപ്പാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു കർത്താവെ. ഞങ്ങൾ നാദകമാണ് ഇവിടെ അച്ഛനെയും കുടുംബത്തെയും കരങ്ങളിലേക്ക് നിന്ന് കരുതിക്കൊള്ളും കർത്താവെ.
എന്റെ ദൈവം എല്ലാ ശ്രമങ്ങളും നൽകി അനുഗ്രഹത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ തുടർന്ന് നിലനിർത്തിക്കാതെ വചനത്തോടെ സംസാരിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആള അവിടുത്തെ ശ്രേഷ്ഠദാസനെ കരങ്ങളിലേക്ക് കർത്താവേ കർത്താവേ ദൈവവചനമായി എഴുന്നേൽക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള കർത്താവെ മാനുഷിക ശബ്ദത്തിൽ നിന്നും വേർപെട്ട ശബ്ദം ഞങ്ങൾ കേൾപ്പാൻ എന്റെ ദൈവം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്പസമയം ഞങ്ങൾ കർത്താവെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടുത്തെ സ്വർഗീയ സമാധാനവും സന്തോഷവും കരുതൽ ഞങ്ങളെ കാത്ത് എല്ലാ ബഹുമാനങ്ങളോടും കർത്താവെ ഞങ്ങൾ കർത്താവെ കൺവെൻഷനിലേക്ക് കടന്നു വന്ന സംതൃപ്തിയോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ ഞങ്ങൾ കടന്നു പോകാൻ ഞങ്ങൾക്ക് ഇടപെടണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താല്പര്യമായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. സമാധാനമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥപിതാവേ, ഇപ്രകാരം ഒരു കൂടി വരവ് ഇടവകയ്ക്കായി കർത്താവെ നീ ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചന കേൾവിയെ തിരുസന്ധിയിലോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കത്തോടെ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും കർത്താവെ നിന്റെ പ്രിയദാസന്റെ ശബ്ദങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ച കർത്താവെ അത് 30, 60, 100 മേനിയായി ഫലം കായ്പാൻ തക്കവണ്ണം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസൻ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വാഗതം. സെക്രട്ടറി നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വിദേശാസനച്ഛൻ, ഈ കൺവെൻഷന്റെ പ്രാസിംഗൻ ബഹുമാനപ്പെട്ട തോമസ് പ്രസാദച്ഛൻ, വന്നുകൂടിയിരിക്കുന്ന ഏവരുമേ കർത്താവിന്റെ നിശ്ചല നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. നിലവിലെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കൺവെൻഷൻ ഇടയായി ക്രമീകരിക്കാൻ സാധിച്ചതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്നതായ വചനങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ശക്തീകരിച്ച് ഈ സമൂഹത്തിൽ നിലനിൽപ്പാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ കൺവെൻഷന്റെ ക്രമീകരണത്തിന് ആദ്യം മുതൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഇടവുകാരിയായ ബഹുമാനപ്പെട്ട VT യേശുദാസനാണ്. കൃത്യമായ സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഈ കൺവെൻഷൻ ഇത്തരത്തിൽ ക്രമീകരിക്കാൻ വളരെയേറെ സഹായിച്ച ബഹുമാനപ്പെട്ട VT യേശുദാസനെ ഈ കൺവെൻഷനിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യാപക ദമ്പതിമാരുടെ മകനായി ജനിച്ച് ഉയർന്ന മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി വർഷങ്ങൾ മസ്കറ്റില് വേല ചെയ്ത ഒരു വ്യക്തിയാണ് പ്രിയ തോമസ് പ്രസാദച്ഛൻ. എന്നാൽ ദൈവത്തിന്റെ വിളിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിൽ സമർപ്പിച്ച് തന്റെ ജോലിയൊക്കെയും ഉപേക്ഷിച്ച് ഒരു പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട അച്ഛൻ മല്ലപ്പള്ളി ആനിക്കാട് പുന്നവേലി സ്വദേശിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ലളിതമായ ജീവിതം കൊണ്ടും തന്റെ ജീവിത സാക്ഷ്യമെന്ന സമൂഹത്തെ കാട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രഗത്ഭനായ പട്ടക്കാരനാണ്. നമുക്ക് നൽകുന്നതായ ദൂത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അത് കൂടുതൽ 60, 100 മേനിയായി ഫലം കായ്പാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1.5 വർഷക്കാലമായി വളരെ പ്രഗത്ഭമായ രീതിയിൽ സെന്റ് പീറ്റേഴ്സ് CSI ചർച്ചിന്റെ ഇടവികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് പ്രസാദ് അച്ഛനെ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയുടെ പേരിൽ ഈ കൺവെൻഷനിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വന്നുകൂടിയിരിക്കുന്ന നിങ്ങളേവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നതായ വചനങ്ങളൊക്കെയും നമ്മൾക്ക് ഏറ്റവും ഫലവത്താകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട തോമസ് കെ പ്രസാദ് അച്ഛൻ, കർത്താവിൽ പ്രിയമുള്ളവരെ, 2020 കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയുടെ ഇടവക കൺവെൻഷനായി ഈ രാത്രിയിൽ ഒന്നിച്ചു വരുവാൻ വലുവനായ ദൈവം ഒരുക്കിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 116 സങ്കീർത്തനം 12-ാമത്തെ വാക്യം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും?
ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. ഈ വർഷത്തെ കൺവെൻഷൻ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം ക്രമീകരിച്ചിരിക്കുന്നത്. കൊറോണയുടെ വലിയ ഭീതിയുടെ നടുവിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം നമ്മെ എത്ര ക്ഷേമത്തോടെ പരിപാലിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-ാം തീയതി മുതൽ ഇതുവരെ നാം അനുഭവിച്ച സംഘർഷങ്ങൾ, വളരെ പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങൾ, ഇതിന്റെ നടുവിൽ യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എത്ര വലിയതാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം അവന് എന്ത് പകരം കൊടുക്കും? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക കഴിയും. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ അനുഭവം മറ്റുള്ളവർ കാണുവാൻ ഇടയായിത്തീരണം. ഇന്ന് ഈ ദേവാലയത്തിൽ കുറച്ചുപേരെ ഉള്ളെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകളുണ്ട്. ഫേസ്ബുക്കിലൂടെ നാം നമ്മുടെ ഈ തിരുവചന ഘോഷണം നിർവഹിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവാങ്ങൾ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഇടവാങ്ങൾ അല്ലാത്തവരുടെ ഗ്രൂപ്പുകളിലും ഇതിപ്പോൾ പല സ്ഥലങ്ങളിൽ അയക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നാട്ടിലൊക്കെ ഇരുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഒക്കെ ഇത് കാണുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ 3 ദിവസവും അനുഗ്രഹത്തിന്റെ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൺവെൻഷൻ ക്രമീകരിച്ചപ്പോൾ ചുമതലക്കാർ ഒന്നടങ്കം പറഞ്ഞു, നമുക്ക് കമ്മിറ്റിയായി ചേർന്നപ്പോൾ നമുക്ക് ഇപ്രകാരം ലൈവായിട്ട് തന്നെ കൺവെൻഷൻ നടത്തണം. അങ്ങനെയാണ് നാം ഇപ്രകാരം ക്രമീകരണം ചെയ്തത്. ഒന്നിച്ചു വന്ന് ഇവിടെ നിന്ന് പാട്ട് പാടുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. അത് വളരെ സന്തോഷകരവും അനുഗ്രഹകരവുമായ ഒരു അനുഭവമാണ്. മറ്റുള്ളവരും ഈ ശബ്ദം ശ്രവിക്കുന്നിടങ്ങളിൽ നിന്ന് ഇതിൽ പങ്കുചേരാൻ സാധിക്കുന്നതും ഒരു അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ ദൈവവചനം ഘോഷിക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ രാത്രിയിൽ നമ്മോട് ദൈവവചനം പ്രസംഗിക്കുന്ന എത്രയും പ്രിയപ്പെട്ട സെന്റ് പീറ്റേഴ്സ് CSI ഇടവകയുടെ വികാരി ആയിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് കെ പ്രസാദ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ലിബു നല്ലൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പട്ടണ ശുശ്രൂഷയിൽ ദീർഘസംവത്സരങ്ങൾ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ട അച്ഛനെ ദൈവം കൃപ നൽകി. CSI സഭയുടെ ഒരു എഞ്ചിനീയറാണ്. പ്രത്യേകിച്ച് തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ ഒരു വലിയ വലങ്കയാണ്. അത്തരത്തിൽ ഒരു വ്യക്തിപരമായ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. കുവൈറ്റിൽ വന്ന നാൾ മുതൽ ഒരു സഹോദരനെ പോലെ പരസ്പരം വിളിക്കുകയും പറയുകയും ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ പല പ്രാവശ്യം ദീർഘസമയങ്ങൾ സംസാരിക്കുകയും സ്നേഹം പങ്കിടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട അച്ഛൻ്റെ സ്നേഹം ഒരിക്കലും മറക്കാവുന്നതല്ല. അച്ഛനെ കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ വലിയ കൺവെൻഷൻ പ്രസംഗനൊന്നും അല്ലെന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നന്നായി ദൈവവചനം വ്യാഖ്യാനിക്കാനും നല്ല ഇന്റർപ്രിട്ടേഷൻസ് അത് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ടും അച്ഛൻ്റെ പ്രസംഗങ്ങൾ വളരെ പ്രയോജനമായിരുന്നു. ഇന്ന് അച്ഛനെ നമുക്ക് ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടെ, വളരെ ആദരവോടുകൂടെ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ സ്തോത്രകാഴ്ച ഗായക സംഘം ഒരു ഗാനം ആലപിച്ച് സ്തോത്രകാഴ്ച ശേഖരിച്ച ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും.
കുർബാനയെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ സ്വീകരിക്കണമേ. ഭാവിയിൽ പരിപോലെ കൈക്കൊള്ളണമേ. തിരുവേദ ശുശ്രൂഷിക്കാൻ ഒരുങ്ങുന്നു, ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്തുതിപിതാവേ, പ്രകാരം ഒരുമിച്ച് കൂടി വരുവാനുള്ള അവസരം ലഭിച്ചു സ്തോത്രം ചെയ്യും. കർത്താവേ, സെന്റ് പീറ്റേഴ്സ് മാർത്തോമായ ഇടവയ്ക്കായി സ്തോത്രം. അവിടുന്ന് തിരുഹിതത്താൻ ഇവിടെ നിയോഗിച്ചിരിക്കുന്ന പ്രിയ ഈശാസനത്തിനായും കൊച്ചമ്മയ്ക്കായും ഈ സഭയ്ക്ക് നേർന്ന് നൽകുന്ന ഇടവയ്ക്ക് നേർന്ന് നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് തന്നിരിക്കുന്ന നിയമങ്ങളെ മറുപടിയായി പ്രവർത്തിക്കുമ്പോൾ അതിൽ പ്രസാദിക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കൃപയുള്ള ദൈവമേ, അടിയനും കടന്നു വരുവാനും ഈ നിന്റെ മകളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ഒരു അവസരം ലഭിച്ചും സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കർത്താവ് തിരുവനന്തപുരം അടിയങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലഹീനാഥനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവ് മഹത്വം എടുക്കണമേ. വചനം ഏതാത്മാവ് എഴുതപ്പെടുക അതേ ആത്മാവിൽ ഗ്രഹിക്കാനുള്ള കൃപയെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ വ്യാപരിക്കണമേ. കർത്താവ് ഈ ഹാളിലിരുന്നു മാധ്യമങ്ങളിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ് തന്നെ മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. വെറുതെ കേൾക്കണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ സ്നേഹവും ബഹുമാനമുള്ള യേശുദാസൻ അച്ഛൻ, പ്രിയ കൊച്ചമ്മ, ഇന്ന് ചുമതലക്കാരായിട്ടിവിടെ വന്നിരിക്കുന്നവർ, ഗായക സംഘാംഗങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. അച്ഛൻ പ്രാരംഭമായി ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണല്ലോ നമുക്ക് ഈ വ്യത്യസ്തമായ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തത, എങ്ങനെയാണ് വ്യത്യാസം എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളിൽ നാം ചെയ്തു വന്നതുപോലെയുള്ള ഒരു കാര്യങ്ങളും ഈ വർഷം ചെയ്യുന്നില്ല. അത് മാത്രമല്ല, കൂടിവരവുകൾക്ക് നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ദൈവാലയത്തിൽ വരാൻ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബമായി ദൈവസ്ഥയിൽ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ചിലരെങ്കിലും ഇത് വളരെ ലാഘവത്തോടുകൂടി എടുക്കുന്നുണ്ടോ എന്നും നമുക്ക് സംശയമുണ്ട്. പള്ളി തുറന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ല എന്നൊരു ന്യായം കണ്ടെത്താനാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടാണ് ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധി സംജാതമായിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാറുണ്ട്, ഒരു 10 വർഷം മുമ്പായിരുന്നു ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നതെങ്കിൽ, ഒരു 20 വർഷം മുമ്പായിരുന്നു എങ്കിൽ എത്രമാത്രം പ്രയാസത്തിലായിരുന്നേനെ നമ്മളൊക്കെ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ളവരെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വലിയ ചെലവൊന്നുമില്ല. ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ ദൈവവചനം കേൾക്കാൻ നമുക്കിടയാകുന്നു. ദൈവവചനം ഇന്ന് നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കിയാൽ ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് വചനം കേൾക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദൈവവചനം ധാരാളമായി ലോകം മുഴുവൻ എത്തിക്കുവാൻ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായെന്നുള്ളത് നമ്മളൊട്ടും ചെറുതാക്കി കാണരുത്. അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വളരെ ദുഷ്കരമായിരുന്നേനെ എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയോടുകൂടി നീക്കുപോക്ക് തരുന്ന ദൈവത്തിന് ഞാൻ ആദ്യമേ സ്തോത്രം ചെയ്യുകയാണ്. നീക്കുപോക്ക് തന്ന്
ഇതിന്റെ ഒരു ഈ ഒരു വ്യസന കാരണമായി തീരാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം, അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മീഖ 6:3 മുതൽ 5 വരെ. ആരെങ്കിലും വായിക്കാമോ? എന്റെ ജനമോ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? എന്തെന്നാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു. എന്റെ നേരെ സാക്ഷീകരിക്കുക. ഞാൻ നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്നുകൊണ്ട് വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബലാക്ക് ആലോചിച്ചതും ബയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. ഷിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ലിറ്ററേച്ചർ സംബന്ധമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള പല ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ഇതിലുണ്ട്. അതില് ചരിത്രവും പോയട്രിയും ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു ഭാഗമാണല്ലോ പ്രവചന പുസ്തകങ്ങൾ. പ്രവചന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പോയട്രിയുടെ രൂപത്തിലാണ്. എന്നാൽ മീഖ ഉൾപ്പെടുന്ന പ്രവാചകന്മാരെ നമ്മൾ ചെറിയ പ്രവാചകന്മാരെന്ന് വിളിക്കും. ചെറിയ പ്രവാചകൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അവരുടെ ശുശ്രൂഷ ചെയ്തതായതുകൊണ്ടല്ല, അവരുടെ എഴുത്തുകൾ, അവരുടെ പ്രവചന പുസ്തകങ്ങൾ പേജുകൾ കുറവായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആദ്യത്തെ 4 പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ വലിയ പ്രവാചകന്മാർ നമ്മൾ അവരെ വിളിക്കുന്നു. അതിനുശേഷമുള്ള 12 പേരെ ചെറിയ പ്രവാചകന്മാരെന്ന് നമ്മൾ പ്രകാരമാണ് വിവക്ഷിക്കുന്നത്. അത് ഞാൻ ആവർത്തിക്കട്ടെ, അവരുടെ പ്രവർത്തനത്തിന്റെ ചെറുപ്പം കൊണ്ടല്ല, പിന്നെയോ അവരുടെ വർക്കിന്റെ പേജസ് കുറവായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ വിവക്ഷിക്കുന്നത്. മീഖ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രവാചകനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ. മീഖ എന്ന പദം പറയുന്ന പദത്തിന്റെ അർത്ഥം അതിൽ നമ്മൾ വായിക്കുന്നുണ്ട് 7-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ, ഹൂ ഈസ് ലൈക്ക് യാഹ്വേ. അപ്പോൾ യഹോവയെ പോലെ ആരുള്ളൂ, അതാണ് മീഖ എന്ന് പറയുന്ന പദത്തിന്റെ തന്നെ അർത്ഥം. ദൈവത്തെ പോലെ, യഹോവയെ പോലെ ആരുള്ളൂ, യഹോവയ്ക്ക് സമനായവൻ ആരുള്ളൂ എന്ന് ആണ് ആ പദത്തിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് തുടങ്ങിയ യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് ഇദ്ദേഹം പ്രവർത്തിച്ചത് എന്ന്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിൽ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഏതാണ്ട് 750 മുതൽ 700 BC വരെയുള്ള കാലഘട്ടത്തിന്റെ ഇടയ്ക്കാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമകാലീനരായിരുന്നു യെശയ്യാ പ്രവാചകനും ഹോശയ്യാ പ്രവാചകനും. അവരുടെയും പ്രവചന പുസ്തകങ്ങളിലെ ആദ്യത്തെ വാക്യം ഇതേപോലെ തന്നെയാണ് ആരംഭിക്കുന്നത്. നമുക്ക് സാവകാശമായി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയാവും. ചുരുക്കി പറഞ്ഞാൽ യെശയ്യാവ്, ഹോശയ്യ, മീഖ ഈ 3 പ്രവാചകന്മാർ ഒരേ സമയത്ത് പ്രവർത്തിച്ചവരാണ്. ഈ പ്രവചന പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഒരു രത്ന ചുരുക്കം, അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു. ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് ഈ പ്രവചനം ഈ മീഖ എഴുതുന്നത്. എന്നാൽ ജഡ്ജ്മെന്റ് മാത്രമല്ല, അതിനോടൊപ്പം ഒരു മെസ്സേജ് ഓഫ് ഹോപ്പ് കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവചന പുസ്തകം നമുക്ക് പ്രയോജനകരമായി വരുന്നത്. ഈ വളരെ പ്രയാസമുള്ള സാഹചര്യത്തിലും നമുക്ക് ഒരു പ്രത്യാശയുടെ വചനങ്ങൾ ലഭിക്കുന്നതായ ഒരു പുസ്തകം തന്നെയാണ് മീഖ പ്രവാചകന്റെ പുസ്തകം. അദ്ദേഹം ഊന്നി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗോഡ് ഹേറ്റ്സ് ഐഡലട്രി.
injustice, rebellion, and empty rituals. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ദൈവം വിളിച്ചവരോട് പറയുകയാണ്, ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്നു, God delights in those who repent and return. ആ ശക്തമായ ദൂതാണ് അദ്ദേഹം കൊടുക്കുന്നത്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെങ്കിലും പാപികളെ നേർവഴി കാണിക്കുകയും മടങ്ങി വരുന്ന ഒരാളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ദയാലുവായ ദൈവത്തെ കൂടി ഈ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിനെ പറ്റിയും ഒരു പരാമർശം അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് വരാം, ഈ അധ്യായത്തിലേക്ക് വരാം. മീഖാ പ്രവാചകൻ എഴുതുകയാണ് 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, Hear what the Lord says, arise, plead your case before the mountains, and let the hills hear your voice. ഇത് സാധാരണയായി കാണാത്ത ഒരു പ്രവചനമാണ്. സാധാരണയായി നമ്മൾ കാണുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രവചന വാക്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, വായിക്കുന്നത്, എഴുന്നേറ്റ് വ്യവഹരിക്കുക. തന്നെയുമല്ല, 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരം ഉണ്ട്. The Lord has an indictment or case against his people, and he will contend with Israel. അവൻ ഇസ്രായേലിനോട് വാദിക്കും. അപ്പോൾ ഇത് സെറ്റിംഗ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം, നമുക്ക് 8:30 തീർക്കണമല്ലോ. ഇതൊരു കോർട്ടിന്റെ സെറ്റിംഗ് ആണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു കോടതിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലൊന്നും പോയായിരുന്നു. പോയത് എന്തിനാണെന്ന് ചോദിച്ചാല്, കോടതിയിൽ പോകുന്നത് എന്തിനാ? കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇഷ്യൂ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ കോടതിയിൽ ചെന്ന് വേണം, ഞാൻ തന്നെയാണ് അത് ഇഷ്യൂ ചെയ്തതെന്ന് അവിടെ ജഡ്ജിയുടെ മുൻപാകെ നമ്മളത് പറയണം. ഒരു മേജർ പേര് കൊടുത്തു, അതിന്റെ പേര്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സിനിമയിലൊക്കെ കോടതിയുടെ സീനൊക്കെ കാണുന്നുണ്ട്. വളരെ ശക്തമായ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ. അതൊക്കെ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണെങ്കിലും സെറ്റിംഗ് ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒരു ജഡ്ജ്, വാദി, പ്രതി, വാദിയുടെ വക്കീൽ, പ്രതിയുടെ വക്കീൽ, സാക്ഷികൾ. ഇത് ഏതൊരു കോടതിയിലും ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇവിടെ പറയുന്നു, എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപാകെ വ്യവഹരിക്കാം, കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ, പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവയും യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ കോടതിയുടെ സെറ്റിംഗിൽ ഒരു കേസ്, ഒരു ഇൻഡൈറ്റ്മെന്റ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ വാദിയും പ്രതിയും ഉണ്ട്, സാക്ഷികളുണ്ട്. ആരാണ് വാദി, ആരാണ് പ്രതി? വാദി ഭാഗത്ത് നിൽക്കുന്ന ദൈവമാണ്, പ്രതിഭാഗത്ത് നിൽക്കുന്ന ഇസ്രായേൽ മക്കളാണ്. ആരാണ് സാക്ഷികൾ? അവിടെ പറയുന്നു, പർവ്വതങ്ങളും കുന്നുകളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവരെയും. അപ്പോൾ വിറ്റ്നസസ് എന്ന് പറയുന്ന ഇവരൊക്കെയുമാണ്. കുന്നുകളും പർവ്വതങ്ങളും അതുപോലെ തന്നെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളും. യഹോവയ്ക്ക് ഒരു വ്യവഹാരമുണ്ട്. എന്താണ് യഹോവയുടെ വ്യവഹാരം? 3-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു. അവിടെ ഇത്രയേ ഉള്ളൂ. കേസ് വളരെ ലളിതമാണ്, കേസ് വളരെ ഷോർട്ടാണ്. എന്താണ്? എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? ദൈവത്തിന് ജനത്തോട് ചോദിക്കാനുള്ള, ജനത്തിന് എതിരായി പറയുവാനുള്ള കേസ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്കുക. ഇവിടെ ഈ വാദിയും പ്രതിയും, പ്രതിയുടെ എതിരായിട്ട് അല്ലെങ്കിൽ വാദി നിരത്തുകയാണ് വാദമുഖങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെ, എന്തുകൊണ്ട് ഞാൻ നിന്നെ മുഷിപ്പിച്ചു, എന്താണ് പ്രതിക്ക് പറയാനായിട്ടുള്ളത് എന്ന് വാദി സാക്ഷികളെ വിസ്തരിച്ച് അല്ലെങ്കിൽ വാദി ചില കാര്യങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ട് പിന്നീടാണ് പ്രതിക്ക് അവസരം കൊടുക്കുന്നത്. 3, 4, 5 വാക്യങ്ങളിൽ ദൈവം തമ്പുരാൻ ഈ ജനത്തോട് പറയുകയാണ് എന്താണ് തനിക്ക് ഒരു സാക്ഷ്യമായിട്ട്, തനിക്ക് ചില സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ടുള്ളത് എന്ന്. അവിടെ നമ്മൾ വായിക്കുന്നു 4-ാമത്തെ വാക്യം മുതൽ, ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു,
അടിമ വീട്ടിൽ നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. വാദമുഖങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. കഴിഞ്ഞ കാല സംഭവങ്ങൾ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഓരോന്നോരോന്നായി. ഓർക്കണം, ഇസ്രയേൽ മക്കൾ അഥവാ യഹൂദന്മാരെന്ന് പറയും വളരെ അഭിമാനികളാണ്. ഏതാണ്ട് നമ്മളെ പോലെ മലയാളികളും അങ്ങനെയാണല്ലോ. ഇവർ തമ്മിലൊരു വലിയൊരു സാമ്യം പലയിടത്തും കാണുന്നുണ്ട്. എവിടെ ചെന്നാലും അവരല്പം കാര്യമായിട്ടൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്, അഭിമാനികളാണ്, ദൈവവിശ്വാസമുള്ളവരാണ്. ഇങ്ങനെ യഹൂദന്മാരുമായിട്ട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യാനികൾക്ക് ഒരു സാമ്യമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഇസ്രയേൽ മക്കൾ അഭിമാനികളാണ്. എന്നാൽ അവർ ഈ അഭിമാനം സൂക്ഷിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മിസ്രയീമിൽ അടിമകളായിരുന്നു, ഞങ്ങൾ മിസ്രയീമിൽ അടിമകളായിരുന്നു, ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങളുടെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. അവർ പറയുന്നതാണ്. സാധാരണഗതിയിൽ ഈ അഭിമാനികളായവർ പറയില്ല. നമ്മുടെ കുടുംബ ചരിത്രം, ഇപ്പം ഇവിടെ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരൊക്കെ കുടുംബ ചരിത്രം എഴുതുന്നവരെ, ഞങ്ങൾക്ക് കൊണ്ടൊരു കുടുംബ ചരിത്രം. ഞാനത് മിക്കവാറും ചിലയിടത്തൊക്കെ ഇതൊന്ന് പറയും. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു കുടുംബ ചരിത്രം എടുത്താൽ ഇത്രയും വിശുദ്ധന്മാര് മാത്രമുള്ള ഒരു കുടുംബം വേറെ ഉണ്ടോ? ഇത്രയും നന്മ ചെയ്തവരല്ല, നന്മ ചെയ്തവർ മാത്രമുള്ള കുടുംബം വേറെ ഉണ്ടോ? പക്ഷെ വേദപുസ്തകം ഒരു കുടുംബ ചരിത്രമാണ്. വേദപുസ്തകത്തിൽ നോക്കിയാൽ കൊള്ളരുതാഴി ചെയ്തവന്റെ കഥയുണ്ട്, നന്മ ചെയ്തവന്റെ കഥയുണ്ട്. അതായിരിക്കണം കുടുംബ ചരിത്രം. കുടുംബ ചരിത്രം എന്ന് പറയുന്നത് നന്മ ചെയ്ത് മാത്രം അക്കമിട്ട് പറയാനുള്ളതല്ല. നമ്മൾ സ്വാധീനമുള്ളിടത്ത് നമ്മളത് പറയണം. നമ്മുടെ കുടുംബ ചരിത്രം എഴുതുമ്പോൾ ചിലതൊക്കെ തിരുത്തണമെങ്കിൽ തിരുത്തണം. കൊലപാതകം ചെയ്തവരുണ്ടാവാം, വേണ്ടാതീനം ചെയ്തവരുണ്ടാവാം, കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയവരുണ്ടാവാം. അതൊന്നും നമ്മൾ രേഖപ്പെടുത്തത്തില്ല. എന്നാൽ വേദപുസ്തകം, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, നീതിമാന്റെയും ദുഷ്ടന്റെയും കഥകൾ ഒട്ടും കുറയാതെ പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. എന്താണ് അതിന് കാരണം? ദുഷ്ടത പ്രവർത്തിക്കുന്നവനെയും മടങ്ങി വന്നാൽ ദൈവം സ്വീകരിക്കുമെന്നുള്ളതാണ് അതിന്റെ സന്ദേശം. ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുമ്പോഴും തെറ്റിലേക്ക് പോകാനൊരു ചായ മനുഷ്യനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് വേദപുസ്തകം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു ഐ ഹാവ് ആൻ ഇന്റേണൽ സ്ട്രഗിൾ. എന്താണ് അതിന്റെ? ഞാൻ ചിലത് ഇച്ഛിക്കുകയാണ്, നന്മ ചെയ്യുവാൻ ഞാൻ ഇച്ഛിക്കുന്നു, പക്ഷെ തിന്മ ചെയ്തു പോകുന്നു. എന്നിലുള്ള ആ ഒരു സ്ട്രഗിൾ എന്തിനാണ് ഈ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്? പൗലോസ് എഴുതി വെച്ചാൽ മതിയല്ലോ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ തുടങ്ങിയുള്ള ആ ഒരു വിവരണം എഴുതി വെച്ചാൽ മതിയല്ലോ. എന്തിനാ ഇത് എഴുതിയത്? അപ്പോൾ വിശുദ്ധരായി ദൈവത്തെ സ്വീകരിച്ച് കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ടായേക്കാം. തിന്മയും നന്മയും തമ്മിലുള്ള വടംവലി ഉണ്ടായേക്കാം. അവിടെ വിജയം തരുന്നത് കർത്താവാണ് എന്ന് തന്റെ ലേഖനത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ മക്കൾ നന്മ ചെയ്തവരുടെ ചരിത്രം മാത്രമല്ല വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ അറിയുന്നത്, നമ്മൾ വായിക്കുന്നവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ പറയുകയാണ്, ഞങ്ങൾ മിസ്രയീമിൽ ഞങ്ങൾ അടിമകളായിരുന്നു, ഈ അടിമത്വത്തിൽ ഞങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ് എന്നവർ അഭിമാനത്തോടെ പറയുന്നവരാണ്. എന്നാൽ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഈ കാലയളവിൽ BC 780 മുതൽ 700 വരെയുള്ള കാലയളവിൽ വലിയ ഒരു മൂല്യച്യുതി സംഭവിച്ചിരിക്കുകയാണ്. വിശ്വാസത്തെ അവർ വിട്ടിരിക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് അവർ മറ്റൊന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകന്മാർ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രവാചകന്മാരോട് അവരുടെ വേല ചെയ്തിരിക്കുന്നത്, ദൈവം അവരിലൂടെ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, BC 722-ാം ആണ്ടിൽ സമരിയ വീണു, ശമരിയ പിടിച്ചടക്കപ്പെട്ടു. ഈ കാലയളവിലാണ് ഈ പ്രവാചകന്മാരെല്ലാം പറയുന്നു, ഇത് നാശത്തിനാണ്, നിങ്ങൾ ഈ പോകുന്നത് നാശത്തിനാണ്, നിങ്ങളുടെ പോക്ക് ശരിയല്ല, ശരിയായ ദിശയിലേക്ക് മടങ്ങി വരണം എന്ന് ശക്തമായി ഈ പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൂതനെ അവർക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നീതിയുടെ ന്യായാധിപതിയാണ്, ദൈവം പ്രവർത്തിക്കുന്നവനാണ്, ദൈവം പാപികളെ സ്നേഹിക്കുന്ന പക്ഷേ പാപത്തെ വെറുക്കുന്നവനാണ്. അതുകൊണ്ട്
ന്യായവിധി നടത്തുന്ന ഒരു ദൈവം, ആ ദൈവം നിങ്ങളെ വിടുകയില്ല എന്ന് ശക്തമായി പറയുകയാണ്. അതിൽ നിന്നും മടങ്ങി വരാതിരുന്നത് കൊണ്ട് BC 722 ആണ്ടിൽ ശമരിയ, അത് ഇസ്രയേലിന്റെ തലസ്ഥാനം പിടിക്കപ്പെട്ടു. ജനങ്ങൾ പ്രവാസികളായി പോയി. അങ്ങനെ പോകേണ്ടി വന്നു. ഇത് ചരിത്രമാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ചരിത്ര വസ്തുതയാണ് ഇതൊക്കെയും. അപ്പോൾ ഈ ജനത്തോട് അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണല്ലോ ഇതൊക്കെയും. ദൈവം പറയുകയാണ്, എനിക്കൊരു കേസ് ഉണ്ട്, എനിക്കൊരു വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെയും പറയുന്നത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. ഇത് എളുപ്പമായി സംഭവിച്ചു ഒന്നല്ല. ഞാൻ നിനക്ക് നേതാക്കന്മാരെ നൽകി, മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. നമുക്കറിയാം മോശയുടെ ചരിത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്രമാത്രം ഒഴിവൊഴികൾ ഈ മോശ പറഞ്ഞതാണ്. ഏതെല്ലാം വിധത്തിലെ മോശയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കിയതാണ്. എന്നാൽ ആ മോശയെ, സംസാരിക്കുവാൻ കഴിവ് പ്രയാസമുള്ള മോശയെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 25, 26, 27 ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിക്കുവാൻ ദൈവലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഇപ്പോൾ സംസാരിക്കുവാൻ പ്രയാസമുള്ള ആ മോശയെ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവം അവരെ നടത്തിയത്. കൂടെ അഹരോനെ കൂട്ടുകൊടുക്കുന്നു, മിരിയാം സ്ത്രീകൾക്ക് നേതൃത്വം നൽകുന്നു. അവിടെ ഇത് ഓർപ്പിക്കുകയാണ്. ദൈവം ചിലത് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞകാല സംഭവങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയതിനെ ദൈവം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ആയിരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വളർന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, അഭിമാനികളായ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു പൂർവ്വചരിത്രമില്ലേ, ഒരു പൂർവ്വകാലമില്ലേ, നമുക്കുമില്ലേ ഒരു അടിമത്തത്തിന്റെ ഒരു ചരിത്രം പറയാനായിട്ടും. ദൈവം അതിൽ നിന്ന് കർത്താവിനോട് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നത് കേൾക്കുന്നത്, ഇന്ന് ഇതിന്റെ ഈ ഡിവൈസിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പൂർവ്വകാല ചരിത്രത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ട്. കാരണം നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില പാതകളിലൂടെ, ചില അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വർഷത്തിൽ 3-4 പ്രാവശ്യം നാട്ടിൽ പോയിക്കൊണ്ടിരുന്നവരാണ് കുവൈറ്റുകാരെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനും ഓർത്തു ഇടയ്ക്കൊന്ന് പോകണമെന്നൊക്കെ. ഇതുവരെയും സാധിച്ചില്ല. ബഹുമാനമുള്ള അച്ഛൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി വേറൊരു പള്ളിയിൽ പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് ഓർത്തയാൾ അച്ഛൻ ഇതുവരെ സാധിച്ചില്ല. നാം വിചാരിക്കുന്ന വിധത്തിൽ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. എനിക്കറിയാം ചിലരൊക്കെ ഒരു പ്രത്യേക എയർലൈൻസിലേ പോവുകയുള്ളൂ. എന്നോട് പറഞ്ഞ ഞാൻ പോകുമ്പോഴെല്ലാം ഈ എയർലൈൻസ് ഉപയോഗിക്കുന്നു. ഏതെല്ലാം വിധത്തിലായിരുന്നു നമ്മളുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ഇവിടെ ഒരു തിരിഞ്ഞു നോട്ടത്തിലേക്ക് ദൈവം ഈ ജനത്തെ തന്റെ വാദങ്ങൾ നിരത്തി വെച്ചിട്ട് ഈ പ്രതിഭാഗത്ത് നിൽക്കുന്ന ദൈവ ജനത്തെ വ്യവഹരിക്കുകയാണ്. അവരുടെ വ്യവഹാരം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് ഈ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടു. പുറപ്പാടിന്റെ അനുഭവങ്ങൾ, പുറപ്പാടിന്റെ ചരിത്രം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിനെ പറ്റി അവർക്ക് ഓർപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുകയാണ് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അധികം വിശദീകരിക്കില്ല, കാരണം നമുക്കൊക്കെ നന്നായി അറിയാവുന്നതാണല്ലോ പുറപ്പാട് പുസ്തകം മുഴുവനും. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാഖ് ആലോചിച്ചതും ബെയോറിന്റെ മകനായ ബെലയാം ഉത്തരം പറഞ്ഞതും ഓർക്കുക. ചിലത് ഓർപ്പിക്കുകയാണ് അവരെ ചെയ്യുന്നത്. ബാലാഖിന്റെ ആലോചന അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങൾ സാവകാശമായി വായിച്ചു നോക്കണം. വളരെ രസകരമായി എഴുതിയിരിക്കുകയാണ്. എന്നാൽ സംഭവം രസകരമായിരുന്നില്ല. എഴുത്തു വായിക്കാൻ കൊള്ളാം, ഇന്നിരുന്ന് വായിക്കാൻ കൊള്ളാം. അവിടെ നമ്മൾ വായിക്കുന്നു, ഈ രാജാവ് ബിലയാമിനെ കൊണ്ടുവരികയാണ്. ബാലാഖ് രാജാവിന് ബിലയാമിനെ കൊണ്ടുവരികയാണ്. എന്താണ്? ബിലയാം ഒരു ദൈവപുരുഷനാണ്. ബിലയാമിനെ കൊണ്ടുവന്ന് ഈ ഇസ്രായേൽ ജനത്തെ ശപിക്കണം, അവരുടെ മുമ്പോട്ടുള്ള ഗമനത്തെ അവിടെ അതിനൊരു തടസ്സം സൃഷ്ടിക്കണം.
ദൈവത്തിന്റെ ഒരു ഇടപെടലൊക്കെ നമ്മളോട് വായിക്കുന്നുണ്ട്. ആ ഇടപെടൽ നമുക്കറിയാം. കഴുത സംസാരിച്ചതും ഒക്കെ നമ്മൾ സൺഡേ സ്കൂൾ മുതലേ പഠിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് അത് ഞാനിപ്പോൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ഓർപ്പിക്കുകയാണ്. എന്ത്? ബിലിയാമിന്റെ ഉത്തരം. ബിലിയാം പറയുകയാണ്, ദൈവം അനുഗ്രഹിച്ചവരെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം എന്റെ വായിൽ തരുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ദൈവം ഈ ശപിക്കുവാൻ വേണ്ടി വന്നവനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച് മടക്കി അയച്ചവനാണ് ദൈവം തമ്പുരാൻ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ചിലപ്പോഴെങ്കിലും ചില ബാനറുകൾ വലിയ ഇതൊക്കെ വലിച്ചു കെട്ടിയത് നമ്മൾ കാണുമല്ലോ. എന്താ ശാപവിമുക്ത ശുശ്രൂഷ, ശാപം മുറിക്കുന്നു, അഴിക്കുന്നു, എല്ലാം വലിയ ശുശ്രൂഷകൾ നമ്മൾ കാണുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വിശ്വസിക്കുന്ന ദൈവത്തിനാണെങ്കിൽ കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ശാപമായി തീർന്നുവെങ്കിൽ ഏത് ശാപമാണ് നമുക്ക് ഭവിക്കുന്നത്? എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അതുകൊണ്ട് ആരെയെങ്കിലും വിളിച്ച് ശാപം മുറിക്കുവാനായിട്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലേക്ക് നോക്കുവാനായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും ദൈവം ആരെ ഏൽപ്പിച്ചിട്ടില്ല. വിശ്വസിക്കണം ഞാൻ കർത്താവിലൂടെ രക്ഷിക്കപ്പെട്ടവനാണെന്ന്. കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നുവെന്ന്. കാൽവരി ക്രൂശ് ശാപത്തിൻ്റെതായിരുന്നുവെങ്കിൽ ഇന്ന് അത് രക്ഷയുടേതായി തീർന്നത് കർത്താവ് അതിൽ മരിച്ചത് കൊണ്ടാണ്. ബിലിയാമിനെ വിളിച്ചുകൊണ്ടുവന്ന് ശപിക്കുവാൻ വേണ്ടിയാണ്. ആ ബിലിയാമിനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. അത് അവരെ ഓർപ്പിക്കുകയാണ്. ശാപം അന്ന് ഭവിക്കാമായിരുന്നിടത്ത് നിന്ന് അത് അനുഗ്രഹമായി തീർന്ന ആ സംഭവം നിങ്ങൾ ഓർക്കണം. പിന്നീട് പറയുകയാണ്, സിദ്ധി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. സിദ്ധി മുതൽ ഗിൽഗാൽ വരെ, അത് നമുക്കൊന്ന് വിശദമായി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാം. സിദ്ധി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. നമുക്ക് എടുക്കാം, എവിടെയാണ് ഈ സിദ്ധി എന്ന് പറയുന്ന ദേശം? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതോടൊപ്പം 3-ാം അധ്യായത്തിന്റെയും 1-ാമത്തെ വാക്യം. യോശുവ 2:1, 3:1. 2:1 നമ്മൾ വായിക്കുന്നു, ശിത്തീമിന്റെ പ്രാധാന്യം. എവിടെയാണ് ശിത്തീം? അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒത്തുനോക്കേണ്ട ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. മതി. 3:1. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാനക്കരെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, മോശയിൽ നിന്നും നേതൃത്വം ഏറ്റെടുത്ത യോശുവ യോർദാൻ നദിയുടെ അക്കരെ നിൽക്കുകയാണ്. ജനമെല്ലാം ഉണ്ട്. ഇനി മുന്നോട്ട് പോകുന്നത് അവർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്കാണ് അവർ ചെല്ലേണ്ടത്. അത് രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. ശിത്തീം എവിടെയെന്ന് ചോദിച്ചാൽ യോർദാൻ അക്കരെ. യോശുവ ഇസ്രായേലിലെ ചാരന്മാരെ അയച്ച സ്ഥലമാണ് ഈ ശിത്തീം എന്ന് പറയുന്നത്. 3-ാം അധ്യായത്തിൽ അത് തന്നെ നമ്മൾ വായിക്കുന്നു. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവന് ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്നും പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. വാഗ്ദത്ത നാട്ടിന് ഒരു തടസ്സമായി നിൽക്കുന്ന, അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു നദിയാണ് യോർദാൻ നദി. അതിന്റെ അക്കരെയാണ് ഈ ശിത്തീം എന്ന് പറയുന്ന സ്ഥലം. എന്ന് വെച്ചാൽ വാഗ്ദത്ത നാട് മുമ്പിലുണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ളൊരു കടക്കേണ്ടതായ ഒരു കടമ്പ, അത് അവിടേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് ശിത്തീം എന്ന് പറയുന്നത്. യോർദാൻ അക്കരെ നിന്ന് പുറപ്പെട്ട സ്ഥലം, അവിടെയാണ് അവർ ക്യാമ്പ് ചെയ്തത്, അവിടെയാണ് അവരെ ചാരന്മാരെ അയച്ചത്. ഇനിയും ശിത്തീം മുതൽ, അപ്പോൾ ഓർക്കുക, പുറപ്പാടിന്റെ ചരിത്രം അവരെ ഓർപ്പിച്ചു, നേതാക്കന്മാരെ പറ്റി അവരെ ഓർപ്പിച്ചു, അതിലേക്കുണ്ടായ ശാപം അനുഗ്രഹമായി തീർന്നവരെ ഓർപ്പിച്ചു. പിന്നീട് ഓർപ്പിക്കുന്നത് ഈ ശിത്തീം മുതൽ ഗിൽഗാൽ വരെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അടുത്ത നേതാവിന്റെ ആ ചരിത്രം കൂടി അവരെ ഓർപ്പിച്ചുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വാദം ഇവിടെ തുടരുന്നത്. ഇത് ശിത്തീം. ഈ ഗിൽഗാൽ എന്ന് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യം. 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി എരിഹോവിന്റെ കിഴക്കേ അതിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. എവിടെയാണ് ഗിൽഗാൽ?
യോർദാൻ നദി കടന്നത് ചരിത്രം നമുക്കറിയാം. നമ്മളൊക്കെ വളരെ ആവശ്യപൂർവ്വം വായിക്കുന്ന ഒന്നാണല്ലോ അത്. യോർദാൻ കടന്നു ഉണങ്ങിയ നിലത്തൂടെ ഈ ജനം അവിടെ കടക്കുകയാണ്. അതിനു മുൻപേ യോശുവ ജനത്തോട് പറഞ്ഞു, ഓരോ ഗോത്രത്തിൽ നിന്നും ആരോഗ്യമുള്ള ഓരോരുത്തൻ എടുക്കാവുന്നതിലും വലിയ കല്ല് ഈ യോർദാന്റെ നടുക്കുന്നത് എടുക്കണം. അത് തോളിൽ എടുത്തുകൊണ്ട് നിങ്ങൾ അക്കരെ കടക്കണം. അക്കരെ കടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് ഇത് നാട്ടി വെക്കണം. 12 കല്ല് നാട്ടി വെച്ചിരിക്കുന്നത്, ഒരു പ്രത്യേക ഷേപ്പിൽ അത് നാട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ചോദിക്കും, ഇതെന്താണ് ഇത് എന്ന്. ഇന്നും നാളെയും നടക്കുന്ന സംഭവമല്ല. തലമുറകൾക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ തലമുറകളോട് നിങ്ങൾ പറയണം, ഈ യോർദാൻ നദി കടന്ന് ഞങ്ങൾ കടന്നത് കടത്തുവഞ്ചിയിലല്ല. ഞങ്ങൾ കടന്നത് ഇത് ഈ യോർദാൻ നദി വറ്റി ഉണങ്ങിയ നിലത്തൂടെയാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ അടയാളമാണ് യോർദാനിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരിക്കുന്നതായ ഈ കല്ലുകൾ. അത് നാട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഗിൽഗാൽ. എന്ന് വെച്ചാൽ വാഗ്ദത്തനാട്ടിലേക്ക് പ്രവേശനം സാധ്യമായത് ഗിൽഗാലിൽ അവർ വരുമ്പോഴാണ്. ആ ഗിൽഗാലിലാണ് ഇതിന്റെ അടയാളമായി ഒരു മെമന്റോ ആയി അവിടെ നാട്ടി വെച്ചിരിക്കുന്നത് ഈ 12 കല്ലുകൾ. തീർന്നില്ല ഗിൽഗാലിന്റെ കാര്യം. 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യോശുവ 5-ാം അധ്യായം. അവിടെ ദൈവം ജനത്തോട് പറയുകയാണ്, യോശുവയോട് പറയുകയാണ്, യഹോവ ഒരു കാര്യം നീ ചെയ്യണം, ഒരു വലിയൊരു ശുശ്രൂഷ നിനക്ക് ചെയ്യുവാനായിട്ടുണ്ട്. അതെന്താണ്? അത് ഈ മിസ്രയീമിൽ നിന്നും കടന്നു വന്ന ജനം, അവരൊക്കെയും പരിച്ഛേദന ഏറ്റവരാണ് ആയിരുന്നു. ആ ഒരു തലമുറ മുഴുവൻ തീർന്നു. 2 പേരാണ് വാഗ്ദത്തനാട്ടിൽ പ്രവേശിച്ചത്. ആരൊക്കെയാണ്? യോശുവയും കാലേബും. 2 പേർ. ഈ 2 പേരൊഴികെയുള്ള എല്ലാവരും മരിച്ച് ഈ മരുഭൂമിയിൽ 40 വർഷത്തെ അവരുടെ പ്രയാണകാലത്ത് അവർ മരിച്ചുപോയി എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഈ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ഈ പരിച്ഛേദന എന്ന ആ ഒരു കർമ്മം ചെയ്യപ്പെടാത്തവരാണ്, ആണുങ്ങളൊക്കെ. ദൈവം യോശുവയോട് പറഞ്ഞു, നീ തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കണം, ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യണം. അവിടെ വിശദമായി പറയുന്നുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കൾ എല്ലാവരും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്താണ് പരിച്ഛേദന? ഇത് ഒരു ഫിസിക്കൽ മാർക്കാണ്. എന്തിന്റെയും? ദൈവത്തോടുള്ള ഉടമ്പടിയുടെ ഒരു ഫിസിക്കൽ മാർക്കാണിത്. അത് അന്നത്തെ രീതി അനുസരിച്ച് ആൺകുട്ടികൾക്കാണല്ലോ ഇത് ചെയ്യുന്നത്. അത് ഇസ്രായേൽ മക്കൾ ഇന്നും അനുവർത്തിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ്. ഇതൊരു ഫിസിക്കൽ മാർക്കാണ്. എന്ത്? ഈ മാർക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായി ഞാൻ മാറിയിരിക്കുന്നു. ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ഞാൻ അതിന്റെ ഒരു കക്ഷിയായി ഞാൻ മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് ഈ മാർക്കില്ലാത്ത ഏതൊരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അവനെ അഗ്രചർമ്മിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവജനം അല്ല എന്നുള്ള ഗണത്തിലാണ് അവര് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ കൗൺസിൽ കൂടിയപ്പോൾ, ഇസ്ലാമിൽ കൂടിയപ്പോൾ അന്നൊരു തർക്ക വിഷയം ഉണ്ടായി. ക്രിസ്ത്യാനികളാണ് എല്ലാവരും പരിശോധന കഴിക്കണമോ വേണ്ടായോ? കാരണം ഇസ്രായേൽ മക്കളുടെ ഈ പഴയ നിയമത്തിൽ തുടർച്ചയാണല്ലോ പുതിയ നിയമം. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവജനം അവർ പരിശോധന ചെയ്യണം. കാരണം ഇത് ദൈവത്തോടുള്ള ഉടമ്പടിയുടെ ഒരു അടയാളമാണ്. തുടർന്ന് ഈ കൗൺസിലിന്റെ ചർച്ചയ്ക്ക് ശേഷമാണ് പിന്നെ പറഞ്ഞത്, അല്ല ശ്വാസം മുട്ടിച്ചതും അതൊക്കെ മാത്രം വർജിച്ചാൽ മതി, ഈ പരിശോധന മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞതൊക്കെയും നമുക്ക് ചരിത്രം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഗിൽഗാലിന്റെ പ്രാധാന്യമാണ്. ഗിൽഗാലിൽ വെച്ചാണ് ദൈവജനത്തെ, അല്ലെങ്കിൽ ഈ അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള ആണുങ്ങളെ അവിടെ സർക്കംസൈസ് ചെയ്ത് ഈ ദൈവത്തിന്റെ ഓടുള്ള ഉടമ്പടിയുടെ ഒരു ഭാഗമാക്കി മാറ്റിയത്. അത് പിന്നീട് നമ്മൾ വായിക്കുന്നു അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ അവർ സർവ്വജനത്തെയും പരിശോധന ചെയ്തതിനു ശേഷം അവിടെ 9-ാം വാക്യം, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ദ നിങ്ങൾ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ എന്ന് പേർ പറയുന്നു. നിന്ന ഉരുട്ടിക്കളഞ്ഞതുകൊണ്ട് ആ സ്ഥലത്തിനിട്ട് ഒരു പേരാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. സിറ്റി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. എന്താണ്? നിന്ന നീക്കിക്കളഞ്ഞ സ്ഥലം, വാഗ്ദത്തനാട്ടിൽ പ്രവേശിച്ച സ്ഥലം, ദൈവം വാഗ്ദത്തനാട്ടിൽ പ്രവേശിപ്പിച്ചതിന്റെ അടയാളമായി ചിലത് സ്ഥാപിച്ച സ്ഥലം. ഇനിയുണ്ട് ഗിൽഗാൽ എന്ന് പറയുന്നത്.
നമുക്ക് നോക്കാം 12-ാമത്തെ വാക്യം, യോശുവ 5:12 വായിച്ചേ. അവർ അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ഇസ്രായേൽ മക്കൾ മതി ഗിൽഗാലിൽ വന്നു. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഗിൽഗാലിൽ പാളയമിറങ്ങി. തൊട്ട് മുമ്പ് പറഞ്ഞു, അതുകൊണ്ട് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. ഇവിടെ വെച്ചൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. അവർ പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മന്ന നിന്നാൽ എങ്ങനെ ഇരിക്കും? ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പെറുക്കി തിന്നിട്ടുള്ളതല്ലാതെ ഒട്ടും അധ്വാനിക്കാതായിരുന്നു അവരുടെ ഭക്ഷണക്രമം. ഒട്ടും അധ്വാനിക്കാതെ. അപ്പോൾ ഗിൽഗാലിന്റെ പ്രാധാന്യം എന്താണ്? ഗിൽഗാലിൽ വെച്ചാണ് അധ്വാനിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കാലയളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു പീരീഡ് ഓഫ് എന്താ പറയാ, ഇത് ഈ കാലത്ത് അവരൊന്നും ചെയ്തിട്ടില്ല. ഈ പീരീഡ് ഓഫ് ഇനർട്ട് ഡേയ്സ് ആയിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. എന്നാൽ ഇവിടെ ഗിൽഗാലിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? അവർ ആ ദേശത്തെ വിളവ് അനുഭവിക്കുന്നു. ആ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ മന്ന അവർക്ക് നിന്നുപോയി. വളരെ വ്യക്തമായ വചനം എഴുതിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആയാണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. എന്താണ് ഗിൽഗാൽ സൂചിപ്പിക്കുന്നത്? വാഗ്ദത്ത നാട്ടിൽ ചെന്ന് ആ വാഗ്ദത്ത നാട്ടിന്റെ നന്മ അനുഭവിച്ച, അതിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ ദൈവം ഓർപ്പിക്കുകയാണ്, എനിക്ക് എന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. ദൈവം പറയുന്നത് എന്റെ ജനം തന്നെയാണ്. തെറ്റിപ്പോയപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചപ്പോഴും മറുതലിച്ചപ്പോഴും ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല. എന്റെ ജനമേ ഞാൻ എന്ത് ചെയ്തു? എന്റെ ജനമെന്നുള്ള ആ ഒരു ബന്ധം ദൈവം ഉപേക്ഷിക്കുന്നില്ല. ഉടമ്പടിയുടെ രണ്ട് ഭാഗമാണുള്ള, രണ്ട് കക്ഷികളാണുള്ളത് ഉടമ്പടിയിൽ. ഒന്നാം കക്ഷി, രണ്ടാം കക്ഷി. ഒന്നാം കക്ഷി ദൈവം. പക്ഷെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഈ ബന്ധം ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുന്നില്ല. ദൈവം അവരോട് പറയുന്നില്ല നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവരല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ ജനമല്ല എന്നവർക്ക് പേരിട്ടു എന്നൊക്കെയും. പക്ഷേ അവിടെയും നമ്മൾ കാണുന്നു അടുത്ത അധ്യായത്തിൽ എന്റെ ജനം ലോ അമ്മി എന്ന് പറഞ്ഞിട്ട്, എന്റെ ജനം അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരോട് പറയുകയാണ് അമ്മി, എന്റെ ജനം, മൈ പീപ്പിൾ. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദൈവം ഉടമ്പടിയുടെ ഒരു കക്ഷിയാണെങ്കിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഈ കോവിഡിന്റെ കാലയളവിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം അവിശ്വസ്തനായിരുന്നിട്ടുണ്ടോ? ചിലരൊക്കെ ഈ പറയുന്നത്, നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കസർത്തുകളുണ്ടല്ലോ, അതിലൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവം എവിടെയെന്ന്, ഈ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന്, ഈ ദൈവം ഇത് കാണുന്നില്ല എന്ന് അനേക ആളുകൾ ഇന്ന് സംശയിച്ചുകൊണ്ടിരിക്കുകയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ദൈവം ദൈവമുള്ളവനാണെങ്കിൽ, ദൈവം നീതിവാനാണെങ്കിൽ ഈ ജനത്തിന്റെ കഷ്ടത കാണുന്നില്ലേ? എന്തുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നില്ല എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് ഈ ദൈവജനത്തെ പോലും തെറ്റിക്കുന്ന ഒരു പ്രവണത ഈ കാലം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇത് ഓർക്കണം. എന്റെ ജനമേ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എവിടെയാണ് നമുക്കൊരു കുറവ് വന്നിട്ടുള്ളത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തിന്മ ചെയ്തിട്ടുള്ളത്? നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നു എന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് പാട്ട് പാടുന്നവരാണ്. വിശ്വസിച്ചുകൊണ്ടാണോ നമ്മുടെ പാട്ട്? വിശ്വസിച്ചുകൊണ്ടാണോ നമ്മുടെ പാട്ട്? ഈ ദൈവത്തിൽ നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? ഇന്ന് ദൈവം നമ്മോട് ചോദിച്ചാൽ നമുക്ക് മറുപടിയുണ്ടോ? നമ്മളും ഒരു വിധത്തിൽ അടിമകളായിരുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചത് ഈ ദൈവതമ്പുരാനാണ്. വേദോസത്തിന്റെ താക്കോൽ വാക്യം യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ ലോകത്തെ സ്നേഹിച്ച കൂട്ടത്തിലല്ലേ ഞാൻ ഉൾപ്പെട്ടത്? ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നുണ്ടല്ലേ ഞാൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ നമുക്കും പറയാനായിട്ട് സാധിക്കും ചിലതൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് എന്ന്. ചിലതൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരുന്നില്ലേ? എന്താണ് ദൈവത്തിന്റെ നടത്തിപ്പുകളെ പറ്റി? വളരെ പ്രയാസമുള്ള മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുവന്ന 40 വർഷക്കാലം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്വണായും അവരോട് കൂടിയിരുന്നവരെ വഴി നടത്തിയ, അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാൻ അവർ ഒരുക്കി കൊടുത്ത, വെറുവൃത്ത ജനത്തോട് ദയോട് പെരുമാറി, ദയാവായ്പോട് പെരുമാറിയ ദൈവം. ജനം പറയുകയാണോ അവിടുത്തെ ഉള്ളിയുടെ രുചി എന്തുവായിരുന്നു? ഇത് പറഞ്ഞപ്പോഴും ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ അവരെ മടക്കി, അവരെ അടിമത്തത്തിലേക്ക് മടക്കി വിടുകയല്ല ദൈവം ചെയ്തത്. ഇതിനെയോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പട്ടിണി എന്നുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു കമ്പൽസറി ഉപവാസം വന്ന് പരിപാടിച്ച് കിടന്നൊന്നും വായിക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് കഴിക്കാതെ കിടന്നിട്ടുള്ളതല്ലാതെ എവിടെയാണ് നമ്മൾ പട്ടിണി അനുഭവിച്ചിട്ടുള്ളത്? കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയോടെ ഓർക്കണം. നമ്മൾ ഒരിക്കലും ഒരു യുദ്ധം പോലും അനുഭവിച്ചു, യുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ ഭൂപ്രകൃതി. ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ആളുകൾ പങ്കെടുത്തിട്ടില്ല, ഏതോ ചിലരൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ. നമ്മുടെ യുവാക്കന്മാർ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ല. യുവാക്കന്മാർ നമ്മളൊക്കെ ആ തലമുറ സ്വതന്ത്ര ഭാരതത്തിൽ വന്നു പിറന്ന് എല്ലാ നന്മകളും അനുഭവിച്ച് ദൈവത്തെ വിളിക്കാൻ ഒരു തടസ്സവുമില്ലാതെ, കൂടി വരവിനൊരു തടസ്സമില്ലാതെ എത്ര അതിശയകരമായിട്ട് ദൈവം നമ്മെ നടത്തും. ഇന്നും തടസ്സമില്ലെങ്കിലും എത്ര പേരാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്? എത്ര പേരാണ് കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ആ ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് കിട്ടുമ്പോൾ അതിൽ പരമാർത്ഥതയോടുകൂടി, എനിക്കറിയാം ചില ഫാമിലി, അവർ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് ആരാധനയുടെ സമയത്ത് അവർ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചിരുന്ന് ആരാധിച്ച്, എഴുന്നേക്കേണ്ട സമയത്ത് അവർ എഴുന്നേറ്റ് നിൽക്കും, കുടുംബമായി ഭവനത്തിൽ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കും, പാവസ്വീകാര പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുകുത്തും. അവർ ആ ആരാധനയിൽ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്തുകൊണ്ട് ആരാധന സജീവമായി പങ്കെടുത്ത കുടുംബങ്ങളെ ഞങ്ങൾക്കറിയാം. എന്താണ് കാരണം? തിരിഞ്ഞു നോക്കി. സിദ്ധി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ നിന്ന നീക്കിക്കളഞ്ഞ് നമ്മൾ ഇന്ന് അഭിമാനത്തോടെ നമ്മൾ പറയും, ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ ക്രിസ്ത്യാനിറ്റി വന്നില്ലായിരുന്നെങ്കിൽ, മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ, വിദ്യാഭ്യാസം അവരെ നമുക്ക് എല്ലാവർക്കും ലഭ്യമായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ സ്ഥിതി? ദൈവം എന്തുകൊണ്ട്, ഞങ്ങളുടെ സഭയിലൊക്കെ ചോദിക്കുന്നത്, ദൈവം എന്തുകൊണ്ട് ഈ കേരളത്തിലേക്ക് മിഷണറിമാരെ വിട്ടു? വേറെ ഈ അവർ കടന്നു വന്ന വഴികളിലൊന്നും വേറെ രാജ്യങ്ങളില്ലായിരുന്നു. ഓരോന്ന് പാതകളിലൊക്കെ അതോ നേരെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നതാണോ? അവര് സമുദ്രത്തിൽ കൂടി സഞ്ചരിച്ച് വർഷങ്ങളെടുത്ത്, 1.5 വർഷവും അത് കാറ്റിന്റെ ഇതനുസരിച്ച് വന്നവരാണ്. എന്തുകൊണ്ട്? ദൈവത്തിന് കേരളത്തിലെ ജനത്തോടൊരു ഇഷ്ടം, ഒരു താല്പര്യം. അങ്ങനെ നമുക്ക് ദൈവത്തെ വിളിക്കുവാനായിട്ടിടയായി. നമ്മുടെയൊക്കെ പൂർവ്വികർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. വിദ്യാഭ്യാസം ലഭിച്ച് 50കളിലും 60കളിലും ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ അവിടെ പോയ പൂർവികരാണ് നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത്. ഇന്നും പല പട്ടണങ്ങളിലും PV ചെറിയാൻ റോഡും അലക്സാണ്ടർ റോഡും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട്. 70കളിലും 80കളിലും ഇങ്ങോട്ട് ഈ പേർഷ്യൻ ഗൾഫിലേക്ക് ആളുകൾ വരാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ട് സാധിച്ചു? വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട്. വിദ്യാഭ്യാസം എങ്ങനെ ലഭിച്ചു? ദൈവത്തിന് ജനത്തോടൊരു താല്പര്യം തോന്നി, ഒരു ഇഷ്ടം തോന്നി. അനേകരെ വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് അയച്ചതുകൊണ്ട്. സിദ്ധി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. നമ്മുടെ നിന്ന് നീക്കി കളഞ്ഞ ദൈവം, ദൈവത്തോടെ ഉടമ്പടിയിലേക്ക് നമ്മളെ പുനഃപ്രവേശിപ്പിച്ച ദൈവം, മിസ്രൈമിലെ അടിമ വീട്ടിൽ നിന്ന് നമ്മളെ പുറപ്പെടുവിച്ച, പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തിൽ നമ്മളെ വിട്ടുവീച്ച് നമ്മളെ ജീവന്റെ വക്താക്കളാക്കി തീർത്ത, ക്രൂശിലൂടെ നമ്മളെ ആ സ്നേഹം നമുക്ക് പകർന്നു നൽകിയ ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം ഉണ്ടാവും. ഈ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരും. ഈ ഉടമ്പടിയുടെ
രണ്ടാം കൃഷികളായ നമുക്ക് എന്ത് മറുപടി പറയാനായിട്ടുള്ളത്? ഈ ദൈവത്തിൻ ലോകങ്ങൾ കൂടുതലെടുത്തുകൊണ്ട് ഉടമ്പടിയുടെ ആ പുതുക്കത്തോടുകൂടി നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രകാരം ഇന്ന് ഇതിൽ സംബന്ധിക്കുവാൻ എന്നെ ക്ഷണിച്ച പ്രിയ അച്ഛനോടും ചുമതലക്കാരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. രാത്രിയിൽ അനുഗ്രഹീതമായി ദൈവവചനം ഘോഷിച്ച അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും നമുക്ക് ഇപ്പോൾ രേഖപ്പെടുത്താം. നമുക്ക് തലകളെ മടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദിവ്യമായ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളെ വിടുവിച്ചു, വീണ്ടെടുത്തു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾ എത്ര വലിയതെന്ന് നന്ദിയോടെ ഓർക്കുവാൻ, കർത്താവെ, നിന്നോടുള്ള ഉടമ്പടി ഞങ്ങൾക്ക് നൽകി പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് ഞങ്ങളെ സ്ഥിരപ്പെടുത്തിയെന്ന് ദൈവവചനത്തിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനിലൂടെ രാത്രി നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ദുരഭിമാനികളായി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ക്ഷമിക്കുക. കർത്താവേ, നീ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയോടെ രക്ഷയുടെ പാനപാത്രം എടുത്ത് മടക്കി കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും തിരുസാന്നിധ്യം നിറയ്ക്കണം. പ്രിയപ്പെട്ട കുടുംബമായി അനുഗ്രഹിക്കണമേ, അധികമായി വാഴ്ത്തണമേ. വന്നുയർന്ന എല്ലാവരെയും വാഴ്ത്തി ശബ്ദം ശ്രവിക്കുന്ന ഇടങ്ങളിൽ ആരെല്ലാം ശ്രദ്ധിക്കുന്നു അവരെല്ലാവരെയും ഈ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയും കാവലും ഞങ്ങളുടെ മേൽ പകരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദയയോടെ കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം തരണമേ. കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങൾ ദോഷങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. രാജ്യശക്തി മഹത്വത്തേക്കുള്ളതാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടകർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുന്ന സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം നമ്മളോടുകൂടെയും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ കാത്തുമറച്ച് ദൈവിക പ്രത്യാശയിൽ നിരന്തരം വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും